ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. പനീർ ബട്ടർ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക, ഒരു 5 ഗ്രാമ്പു, ഒരു പീസ് കറുവാപ്പട്ട എന്നിവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സവോള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോള ഇവിടെ പാതി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 5 തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതും കൂടി ഒന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയില കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ ഗ്രേവി തയ്യാറാക്കുന്നതിനുള്ള തക്കാളിയും സവോളയൊക്കെ നമ്മൾ സോട്ട് ചെയ്ത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 3 ഏലക്കായും 5 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗാർലിക് ഇവിടെ പാതി സോട്ടായതിന് ശേഷം നമുക്കൊരു സവോള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്.
നമ്മുടെ സവോള ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒണിയനും കൂടി അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരക പൗഡർ ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ഗ്രേവിയിലേക്ക് ചേർത്ത് ഒന്ന് തിള പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്.
എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ സൂപ്പർ ഒരു കറിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.